മെഷീൻ ലേണിംഗ് എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്, ട്രെൻഡിങ്ങിൽ നിന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ് അല്ലേ. അതായത് ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കാണാൻ വേണ്ടി പറ്റും. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസിങ് റീസണിങ് ആൻഡ് ലോജിക് എന്ന് പറയാൻ വേണ്ടി പറ്റും. മെഷീൻ ലേണിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത്, യൂസിങ് റീസണിങ് ആൻഡ് ലോജിക്, റീസണിങ്ങും അതുപോലെ തന്നെ ലോജിക്കും ഉപയോഗിച്ചുകൊണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഷെർലക് ഹോംസിൻ്റെയൊക്കെ സ്റ്റോറിയോ അല്ലെങ്കിൽ സിനിമയൊക്കെ കാണുമ്പോൾ ഓരോ ലോജിക്ക് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു റീസൺ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്, എങ്ങനെയാണത് സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അല്ലേ, അതുപോലെ ചെയ്യുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്, ഇപ്പോൾ നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കാറുണ്ട് അല്ലേ. നമ്മുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോ ഡിസിഷൻസ് എടുക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. എന്തിൻ്റെ ബേസിൽ, എക്സ്പീരിയൻസിൻ്റെ ബേസിൽ. ക്ലിയറായോ? മനുഷ്യന്മാർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള കാരണം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പക്ഷേ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുക? നമ്മൾ പ്രീവിയസ് ആയി കൊടുത്ത ഡാറ്റയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതും അതിൻ്റെ സെർച്ച് ഹിസ്റ്ററിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് അത് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. മനസ്സിലായോ? സോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യാണ്, ഡിസൈൻ ചെയ്യുന്നതാണ് മെഷീൻ ലേണിംഗ്. സോ മെഷീൻ ലേണിംഗ് ഈസ് അബൌട്ട് കമ്പ്യൂട്ടേഴ്സ് മേക്കിംഗ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ മെഷീൻ ലേണിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടേമാണ് എക്സ്പീരിയൻസ് എന്നുള്ളത്. ഡെഫിനേഷൻ വായിച്ച് നോക്കിയേ, എന്താ എഴുതിയിട്ടുള്ളത്? മെഷീൻ ലേണിംഗ് ഈസ് പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു ഒപ്റ്റിമൈസ് എ പെർഫോമൻസ് ക്രൈറ്റീരിയൻ യൂസിങ് എക്സാമ്പിൾ ഡാറ്റ ഓർ പാസ്റ്റ് എക്സ്പീരിയൻസ്. അതിൻ്റെ കയ്യിലുള്ള എക്സാമ്പിൾ ഡാറ്റ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉപയോഗിച്ചോ കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പം നമുക്കൊരു മോഡലിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കതിനെ ടെസ്റ്റ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനൊക്കെ നമുക്ക് ഡാറ്റ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ മോഡൽ എന്ന് പറയുന്നത് പ്രെഡിക്റ്റീവ് ആയിരിക്കാം, അതായത് ഫ്യൂച്ചറിൽ ഓരോ പ്രഡിക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കാം, ഒരു ഡാറ്റയെക്കുറിച്ചിട്ട് നോളജ്, ഡിസ്ക്രിപ്റ്റീവ് ടു ഗെയിൻ നോളജ് ഫ്രം ഡാറ്റ. അപ്പോൾ അങ്ങനെയുള്ള മോഡലായിരിക്കാം നമ്മൾ ഈ മെഷീൻ ലേണിംഗ് വഴി ഡെവലപ്പ് ചെയ്യുന്നത്. ഈ മെഷീൻ ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ കൊടുത്ത് വായിച്ച് നോക്കിയേ. ദ ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഗീവ്സ് കമ്പ്യൂട്ടേഴ്സ് ദ എബിലിറ്റി ടു ലേൺ വിത്തൗട്ട് ബീങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ്. നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്യാതെ തന്നെ കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യാണ്, ലേൺ ചെയ്യാനുള്ള, നമ്മൾ പ്രോഗ്രാം കൊടുക്കാതെ തന്നെ ലേൺ ചെയ്യാനുള്ളൊരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് മെഷീൻ ലേണിംഗ് എന്നുള്ളത്. അപ്പോൾ മെഷീൻ ലേണിങ്ങിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാണ്ട്, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ ലേൺ ഫ്രം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പീരിയൻസ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഇ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ ടാസ്കുകൾ കൊടുക്കുമ്പോഴാണ് ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. ടാസ്കിനെ ക്യാപിറ്റൽ ടി എന്ന് വിളിക്കും. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ പെർഫോമൻസ് മെഷർ പി യു ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ടേംസൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. എന്തൊക്കെ ടേംസാണ് നമ്മൾ ഓർക്കേണ്ടത്? ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിന് നമ്മൾ ഇ എന്നാണ് വിളിക്കുന്നത്, കാരണം ഓരോ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. പിന്നെ ടാസ്ക് ഉണ്ട്, അതിന് ടി എന്നും പെർഫോമൻസ് മെഷറിന് പി ആയിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, നമ്മളൊരു ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നേഷൻ ലേണിംഗ് പ്രോബ്ലം ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? റെക്കഗ്നൈസിങ് ആൻഡ് ക്ലാസിഫൈങ് ഹാൻഡ് റിട്ടൺ വേർഡ്സ് വിത്തിൻ ഇമേജസ് അല്ലേ. നമ്മൾ ആ കൊടുത്ത ഇമേജ് അനുസരിച്ച് എന്ത് ചെയ്യണം, അതെന്താണ് ആ ഹാൻഡ് റിട്ടൺ വേർഡ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഇവിടുത്തെ ടാസ്ക്. നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയ കാര്യങ്ങളെ എന്ത് ചെയ്യാണ്, മനസ്സിലാക്കി എടുക്കുകയാണ്. സോ അതിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല, റെക്കഗ്നൈസ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക വേർഡ്സിനെയൊക്കെ. ആൻഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് എത്ര വേർഡ്സിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്നുള്ള, ഹാൻഡ് റിട്ടൺ എഴുതിയാൽ എത്ര എണ്ണത്തിനെ ക്ലാസിഫൈ ചെയ്തു എന്നുള്ള. ട്രെയിനിങ് എക്സ്പീരിയൻസ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ സെറ്റാണ്, അതായത് നമ്മുടെ ഹാൻഡ് റിട്ടൺ വേർഡ്സും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും ചേർന്ന്. സോ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്ന ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നേഷൻ ലേണിംഗ് പ്രോബ്ലത്തിലെ ടാസ്കും പെർഫോമൻസും ട്രെയിനിങ് എക്സ്പീരിയൻസും. നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കാം, റോബോട്ട് ഡ്രൈവിംഗ് ലേണിംഗ് പ്രോബ്ലം.
അപ്പോൾ ഇവിടെ റോബോട്ട് എന്ത് ചെയ്യണം, ഡ്രൈവ് ചെയ്യണം അല്ലേ. അപ്പോൾ ടാസ്ക് ഒബ്വിയസ്ലി എന്താണ്, ഹൈവേയിലൂടെ നമ്മുടെ വിഷൻ സെൻസറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റോബോട്ട് ഡ്രൈവ് ചെയ്യുന്നതാണ്. പെർഫോമൻസ് ആണെങ്കിലോ എത്ര ഡിസ്റ്റൻസ് ഒരു അവറിൽ ഒരു എറർ ഉണ്ടാവാതെ എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തു എന്നുള്ളത്. ട്രെയിനിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്വൻസ് ഓഫ് ഇമേജസും അതുപോലെ തന്നെ സ്ക്രീനിങ് കമാൻഡ്സും റെക്കോർഡ് ചെയ്തതാണ്. ഒരു ഹ്യൂമൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യുന്ന പോലെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. സോ അതൊക്കെയാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി കമ്പോണൻസ് ഓഫ് ലേണിംഗ് നമുക്ക് നോക്കാം. ബേസിക് കമ്പോണൻസ് ഓഫ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേണിംഗ് പ്രോസസ്സ് അതിപ്പോൾ മനുഷ്യനാണെങ്കിലോ എന്താണെന്നുണ്ടെങ്കിലും 4 കാര്യങ്ങളാണ് വരിക. ഒന്ന് ഡാറ്റ സ്റ്റോറേജ്, മറ്റൊന്ന് അബ്സ്ട്രാക്ഷൻ, ജനറലൈസേഷൻ, ഇവാലുവേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ ഉണ്ട് ആ കമ്പോണൻസ് ചേർത്തുള്ളത്. ഡാറ്റ സ്റ്റോറേജ്, ദെൻ കോൺസെപ്റ്റ്സ്, ഇൻഫറൻസ് എന്നെഴുതിയൊക്കെ കാണാം. ഡാറ്റ സ്റ്റോറേജ്, അബ്സ്ട്രാക്ഷൻ, ജനറലൈസേഷൻ, ഇവാലുവേഷൻ. എന്താണ് ഈ ഡാറ്റ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡാറ്റ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാണ് അല്ലേ. ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതായത് ഒരുപാട് എമൗണ്ട് ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ടാവും, ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ മനുഷ്യന്മാരാണെങ്കിലും അതേ കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീസണിങ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, അഡ്വാൻസ്ഡ് റീസണിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിലും മനുഷ്യനാണെങ്കിലും നമുക്ക് നമ്മുടെ ബ്രെയിനിലുള്ള ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ബ്രെയിനിലാണ് ഈ ഡാറ്റയൊക്കെ കിടക്കുന്നത്. നമുക്ക് ഓരോ ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് ആയിട്ട് ഓരോ ഡാറ്റയും നമുക്ക് കിട്ടും അല്ലേ. നമ്മൾ മുന്നേ പഠിച്ച ഡാറ്റയും നമ്മുടെ മൈൻഡിലുള്ളതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ അത് ഹാർഡ് ഡിസ്ക് ഡ്രൈവിലോ ഫ്ലാഷ് മെമ്മറിയിലോ റാമിലോ അല്ലെങ്കിൽ അതുപോലത്തെ ഡിവൈസസിലോ ഒക്കെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് മറ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് റിട്രീവ് ചെയ്യുന്നത്. ഇനി അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കമ്പോണൻ്റാണ് ലേണിംഗ് പ്രോസസ്സിൻ്റെ. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാക്റ്റിംഗ് നോളജ് അബൌട്ട് സ്റ്റോർഡ് ഡാറ്റ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുകയാണ്. ദിസ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് ജനറൽ കോൺസെപ്റ്റ്സ് അബൌട്ട് ഡാറ്റ ആസ് എ ഹോൾ. നമുക്ക് വേണ്ട ഡാറ്റ നമ്മുടെ ആ ഒരു മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതിനെയാണ് അബ്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. വേണ്ടത് എന്താണോ അതിനെ എടുക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ നോളജ് ക്രിയേഷനാണ് ആക്ച്വലി ഈ കേസിൽ വരുന്നത്. ദ ക്രിയേഷൻ ഓഫ് നോളജ് ഇൻവോൾവ്സ് അപ്ലിക്കേഷൻ ഓഫ് നോൺ മോഡൽസ് ആൻഡ് ക്രിയേഷൻ ഓഫ് ന്യൂ മോഡൽസ്. ഇനി നമ്മൾ പ്രോസസ് ഓഫ് ഫിറ്റിംഗ് എ മോഡൽ ടു എ ഡാറ്റ സെറ്റ്, അതിനെയാണ് ട്രെയിനിങ് എന്ന് വിളിക്കുന്നത്. നമ്മളൊരു ഡാറ്റ സെറ്റിലേക്ക് നമ്മളൊരു മോഡലിനെ ഫിറ്റ് ചെയ്യുന്ന പ്രോസസ്സിന്. ഒരു മോഡൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം. അടുത്ത കമ്പോണൻ്റാണ് ജനറലൈസേഷൻ. ജനറലൈസേഷൻ എന്ന വേർഡിൻ്റെ മീനിങ് തന്നെ എന്താണ്, ആ പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് അല്ലേ. അതായത് നമ്മുടെ നോളജിൽ നിന്ന് എങ്ങനെയാണ് ടേൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ അറിവിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ജനറലൈസ് ചെയ്തൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. നമുക്കത് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മൈൻഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാം അല്ലേ. നമ്മുടെ കയ്യിൽ കുറച്ച് എമൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതെല്ലാം ആഡ് ചെയ്തെടുക്കില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ഇത്രയുണ്ട്, നമുക്ക് ഇന്നതിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രത്തോളം യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടേൺ ചെയ്തെടുക്കുന്നതിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഫ്യൂച്ചർ ആക്ഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആക്ഷൻസ് ഓരോ ടാസ്ക് വഴിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ടാസ്കുകളൊക്കെ സിമിലർ ആയിരിക്കും, പക്ഷേ എല്ലാം ഐഡൻറ്റിക്കലൊന്നും ആയിരിക്കില്ല. നെക്സ്റ്റ് ഇവാലുവേഷനാണ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ കമ്പോണൻ്റാണ്. ഇത് ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്, യൂസർക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ലേൺഡ് നോളജിൻ്റെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് അപ്ലിക്കേഷൻസ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. അപ്ലിക്കേഷൻസ് ഓഫ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഡാറ്റ മൈനിങ്ങാണ്. കാരണം വലിയൊരു ഡാറ്റാ ബേസിൽ നിന്നാണ് നമ്മൾ ഈ ഡാറ്റയൊക്കെ എടുക്കുന്നതല്ലേ. അപ്പോൾ വലിയ വോള്യൂം ഓഫ് ഡാറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ട വാല്യുബിൾ ആയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഇതിന് നല്ല പ്രിഡിക്റ്റീവ് ആക്യുറസി വേണം. ഇനി മറ്റ് ആപ്ലിക്കേഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റീറ്റെയിൽ ബിസിനസ്സിലെ മെഷീൻ ലേണിംഗ് കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഫിനാൻസ്, ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ പാസ്റ്റ് ഡാറ്റയും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസും ഫ്രോഡ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മാനുഫാക്ചറിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടും ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെഡിസിനിൽ യൂസ് ചെയ്യുന്നത് മെഡിക്കൽ ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്നുണ്ട്. ടെലികമ്മ്യൂണിക്കേഷനിൽ കോൾ പാറ്റേൺസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ക്വാളിറ്റി ഓഫ് സർവീസ് മാക്സിമൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി
ലേണിംഗ് മോഡൽസ് ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. മെഷീൻ ലേണിംഗ് ആക്ച്വലി കൺസേൺ ചെയ്തിരിക്കുന്നത് നമ്മൾ റൈറ്റ് ഫീച്ചേഴ്സ് ടു ബിൽഡ് ദ റൈറ്റ് മോഡൽസ് എന്നാണ് പറയാം. അതായത് നമുക്ക് ശരിയായ ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ആയുള്ള ഒരു മോഡൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഒരു റൈറ്റ് മോഡൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ടാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റൈറ്റ് ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റൈറ്റ് മോഡൽസ് ബിൽഡ് ചെയ്തിട്ട് റൈറ്റ് ആയുള്ളൊരു ടാസ്ക് ചെയ്യുക. അതാണ് ലേണിംഗ് മോഡൽസ് കൊണ്ട്, മെഷീൻ ലേണിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലേണിംഗ് മോഡൽസിനെ 3 കാറ്റഗറിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മോഡൽസാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ലോജിക്കൽ മോഡൽസ് ആണ്, 2 ജോമെട്രിക് മോഡൽസ്, പിന്നെ ഒന്ന് പ്രോബബിലിസ്റ്റിക് മോഡൽസ്. ലോജിക് മോഡൽസ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മോഡൽ ചെയ്തതാണ്. പിന്നെ ജോമെട്രി ഓഫ് ദ ഇൻസ്റ്റൻസ് സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ജോമെട്രിക് മോഡൽ. പിന്നെ നമ്മുടെ പ്രോബബിലിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻസ്റ്റൻസ് സ്പേസിനെ ക്ലാസിഫൈ ചെയ്യുന്ന മോഡലാണ് പ്രോബബിലിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ലോജിക്കൽ മോഡൽ നോക്കാം. ലോജിക്കൽ മോഡൽ യൂസ് ചെയ്യുന്നത് തന്നെ ലോജിക്കൽ എക്സ്പ്രഷൻസ് ആണ്. അതായത് ഒരു ഇൻസ്റ്റൻസ് സ്പേസിന് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറച്ച് സെഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൂളിയൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണല്ലേ. അതായത് ട്രൂ ഓഫ് ഫാൾസോ ആയിരിക്കും ലോജിക്കൽ എക്സ്പ്രഷൻസിൻ്റെ റിസൾട്ട് വരാം. അപ്പോൾ ഈ നമുക്ക് വന്ന ഡാറ്റേനെ ലോജിക്കൽ എക്സ്പ്രഷൻസ് വെച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് ഡാറ്റേനെ എന്ത് ചെയ്യും, ഹോമോജീനിയസ് ഗ്രൂപ്പിംഗ് ആക്കി മാറ്റും പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ തന്നെ 2 തരത്തിലുള്ള മോഡൽസ് വരുന്നുണ്ട്. ട്രീ മോഡലും ഉണ്ട്, റൂൾ മോഡലും ഉണ്ട്. റൂൾ മോഡൽസിൽ നമ്മുടെ ഈഫ് ദെൻ റൂൾസ്, ഇംപ്ലിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ട്രീ ബേസ്ഡ് മോഡലാണെന്നുണ്ടെങ്കിൽ ഈഫ് പാർട്ട് ഡിഫൈൻ ചെയ്യുന്ന സെഗ്മെൻറ്റും ദെൻ പാർട്ട് ഡിഫൈൻ ചെയ്യുന്നത് ബിഹേവിയർ ഓഫ് ദ മോഡലും ആയിരിക്കും. നമ്മൾ എൻജോയ് സ്പോട്ട് എന്ന് പറഞ്ഞുള്ള ഒരു സെറ്റ് ഓഫ് ഡാറ്റയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഡാറ്റയാണ് 6 ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് ലേണിംഗ് ടാസ്കിൽ, അതായത് എൻജോയ് ടാസ്ക് എന്ന് പറഞ്ഞ പേരിട്ടതിൽ ഈ ഒരു ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് 6 ആട്രിബ്യൂട്ട്സിനെ കാണാൻ വേണ്ടി പറ്റും. ഓരോ ഡാറ്റയും 6 ആട്രിബ്യൂട്ട്സിലാണുള്ളത്. ഈ കാണുന്നതാണ് എന്ത് ആട്രിബ്യൂട്ട്സ്. ഇതിനുള്ളിൽ എഴുതിയതൊക്കെ എന്താണ്, ഓരോ ഡാറ്റയാണ്. ക്ലിയർ ആയോ? ഇനി മാത്രമല്ല ട്രെയിനിങ് ഡാറ്റയുണ്ട്. ട്രെയിനിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്തിട്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ 6 കൺസ്ട്രെയിൻസ് വെച്ചിട്ട് ചിലതിന് എസ് എന്നും ചിലതിൽ നോ എന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ അവർക്ക് ആ ഒരു സ്പോർട്സ് എൻജോയ് ചെയ്യാൻ പറ്റൂല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഇൻസ്റ്റൻസ് എക്സ് എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ പോസിബിൾ ഡേയ്സിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും എന്താണ് ഇവിടെ എസ് ആണോ നോ ആണോ വരിക എന്നുള്ളത്. സോ ഇതാണ്. അപ്പോൾ ട്രെയിനിങ് ഫേസിലാണ് നമ്മൾ എന്ത് കിട്ടുന്നത്, വെദർ ഇതിൻ്റെ ആൻസർ എസ് ആണോ നോ ആണോ എന്ന് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ മോഡലാണ് ജോമെട്രിക് മോഡൽ. അപ്പോൾ മുന്നത്തെ മോഡലിൽ നമ്മൾ പഠിച്ചത് ലോജിക്കൽ വെച്ചിട്ടാണ്, അല്ല ഒരു ഡിസിഷൻ ട്രീയോ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷനോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോമെട്രി ഓഫ് ദ ഇൻസ്റ്റൻസ് സ്പേസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ 3 ആക്സിസ് ഉപയോഗിച്ചുകൊണ്ടുമാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. ഇനി ഫീച്ചേഴ്സ് ജോമെട്രിക് അല്ലെങ്കിൽ പോലും നമ്മളിതിനെ എന്ത് ചെയ്യണം, ജോമെട്രിക് മോഡലിൽ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ടെമ്പറേച്ചർ ടൈമിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ആക്സിസിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ജോമെട്രിക് കോൺസെപ്റ്റ്സ് ആയുള്ള ലൈൻസും പ്ലെയിൻസ് ടു സെഗ്മെൻറ്റ് ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് സ്പേസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളതിനെ ലീനിയർ മോഡൽ എന്ന് പറയും. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോമെട്രിക് നൊട്ടേഷൻ ഓഫ് ഡിസ്റ്റൻസ് ടു റെപ്രസെൻറ്റ് സിമിലാരിറ്റി ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എത്ര സിമിലറാണ് വാല്യൂസ് എന്ന് കാണിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ബേസ്ഡ് മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലീനിയർ മോഡൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എക്സ് ആക്സിസും വൈ ആക്സിസും വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. x1 x2 സ്കാലാർ അല്ലെങ്കിൽ വെക്ടേഴ്സ് ആണ്, സെയിം ഡയമെൻഷൻ ഉള്ളത്. എയും ബിയും അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്, വാല്യൂസ് ആണ് അല്ലേ. അതാണ് ആർബിട്രറി സ്കാലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി AX1 + BX2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കോമ്പിനേഷനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിനോട്ട് ചെയ്യാനൊക്കെ വേണ്ടി പറ്റും. ഇനി ഡിസ്റ്റൻസ് ബേസ്ഡ് മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണത് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ്. ലീനിയർ മോഡൽ പോലെ തന്നെ ഡിസ്റ്റൻസ് ബേസ്ഡ് മോഡൽസും ജോമെട്രി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പേരിലുള്ള പോലെ തന്നെ ഡിസ്റ്റൻസ് ബേസ്ഡ് മോഡൽസ് വർക്ക് ചെയ്യുന്നത്. എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ മെഷീൻ ലേണിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ
ഡിസ്റ്റൻസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ നിയർലി ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്. ഫിസിക്കൽ ഡിസ്റ്റൻസ് അല്ല അവിടെ എടുക്കുന്നത്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാവലിംഗ് ബിറ്റ്വീൻ 2 cities ബൈ പ്ലെയിൻ കവേഴ്സ് ലെസ് ഡിസ്റ്റൻസ് ഫിസിക്കലി ദാൻ ബൈ ട്രെയിൻ. അപ്പോൾ നമ്മൾ ഫിസിക്കലി ട്രെയിൻ ഉപയോഗിച്ച് പോകുന്നു, പ്ലെയിൻ ഉപയോഗിച്ച് ഉള്ള ഡിസ്റ്റൻസ് എടുക്കില്ലേ, ആ രീതിയിലൊക്കെ കവർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 2 സിറ്റീസിലേക്ക് പോവുകയാണ്, അത് നമുക്ക് പ്ലെയിനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്ലെയിനിലാണ് നമ്മളത് പോകുന്നതെന്നുണ്ടെങ്കിൽ ലെസ് ഡിസ്റ്റൻസ് ആയിരിക്കും. അല്ല ട്രെയിനാണെന്നുണ്ടെങ്കിലോ പ്ലെയിൻ എന്തായിരിക്കും, ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, കുറച്ചും അധികം ഡിസ്റ്റൻസ് എടുക്കും. അതേപോലെ തന്നെ മറ്റ് എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മറ്റൊന്നാണ് പ്രോബബിലിസ്റ്റിക് മോഡൽസ്. മൂന്നാമത്തെ ഫാമിലിയാണ് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിലെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് അൽഗോരിതംസ് ഒക്കെ ഉണ്ട്. കെ നിയറസ്റ്റ് നൈബർ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബബിലിസ്റ്റിക് മോഡൽസിൽ നമുക്ക് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ടാർഗറ്റ് വേരിയബിൾസിനെയൊക്കെ റാൻഡം വേരിയബിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇതിങ്ങനെ മോഡൽ ചെയ്തിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ദ ലെവൽ ഓഫ് അൺസർട്ടനിറ്റി വിത്ത് റെസ്പെക്ട് ടു ദീസ് വേരിയബിൾസിൻ്റെ അൺസർട്ടനിറ്റി ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടി പറ്റും. അപ്പോൾ 2 ടൈപ്പ് പ്രോബബിലിസ്റ്റിക് മോഡൽസ് ആണുള്ളത്, പ്രെഡിക്റ്റീവ് ആൻഡ് ജനറേറ്റീവ്. പ്രെഡിക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് P പ്രോബബിലിറ്റി ഓഫ് y ഗിവൺ x ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ജനറേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇനി ഈ പ്രോബബിലിസ്റ്റിക് ക്ലാസിഫയറായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് നെയ്വ് ബേസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ബേസ് റൂളാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് റൂള്, P of A given B is equal to P of B given A into P of A divided by P of B. ഇനി ഓരോ മോഡൽസിലും വരുന്ന എക്സാമ്പിൾ അൽഗോരിതംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പേരുകളും ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈനിങ് എ ലേണിംഗ് സിസ്റ്റം. എങ്ങനെയാണ് നമുക്കൊരു ലേണിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക? ഒരു ലേണിംഗ് സിസ്റ്റത്തിന് നമുക്ക് 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണമല്ലോ. ടാസ്ക് വേണം, ദെൻ പെർഫോമൻസ് P വേണം, പെർഫോമൻസ് മെഷർ P വേണം, ട്രെയിനിങ് എക്സ്പീരിയൻസ് E വേണം. അപ്പോൾ നമുക്കൊരു അൺനോൺ ആയുള്ള ഒരു ടാർഗറ്റ് ഫംഗ്ഷനാണ് എഫ് ഫ്രം എക്സ് ടു വൈ എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സും വൈയും വരുന്ന കാരണം അതിൻ്റെ ട്രെയിനിങ് എക്സാമ്പിളായിട്ട് നമ്മൾ എക്സ് കൊടുക്കുമ്പോൾ വൈ ആണ് കിട്ടുന്നത് അല്ലേ. ഇവിടെ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ എന്നാണ് പറഞ്ഞത്. സോ എക്സ് കോമ വൈ ആണ്. അതിനെ ജനറലായിട്ട് പറയുമ്പോൾ x1 y1 x2 y2 അങ്ങനെയുള്ള xn yn വരെയുള്ള ട്രെയിനിങ് എക്സാമ്പിൾസ് ആയിരിക്കും. അതിനെ ലേൺ ചെയ്തെടുത്തിട്ടാണ് നമ്മളൊരു ഫൈനൽ ഹൈപ്പോത്തിസിസിൽ എത്തുന്നത്. പക്ഷേ നമ്മൾ അതിലേക്ക് ഒരു ഇൻപുട്ടും കൂടെ കൊടുക്കുന്നുണ്ട്, ഹൈപ്പോത്തിസിസ് സെറ്റ് എച്ച് എന്ന് പറഞ്ഞുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടാസ്ക് ടിയിൽ നിന്നായിരിക്കും അല്ലേ. ടാസ്ക് ടിയിൽ നിന്നാണ് ട്രെയിനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെർഫോമൻസ് മെഷർ P ആണ്, ട്രെയിനിങ് എക്സ്പീരിയൻസ് E ആണ്. പിന്നെ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ കൊടുക്കുന്നുണ്ട് അൺനോൺ ടാർഗറ്റ് ഫംഗ്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടാർഗറ്റ് ഫംഗ്ഷനാണ് ഒരു എക്സാക്റ്റ് നോളജാണ്. അതായത് ട്രെയിനിങ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഒരു അൺനോൺ, ഇപ്പോൾ ഇതിനകത്ത് x5ൻ്റെ y5 വാല്യൂ എന്ത് വരും, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ത് വരുമെന്നൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഇതുപോലത്തെ ഒരു കാര്യം കൊടുക്കണം അല്ലേ. ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സാക്റ്റ് നോളജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്രെഡിറ്റ് അപ്രൂവലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ലേണിംഗ് സിസ്റ്റം കസ്റ്റമർ ആപ്ലിക്കേഷൻ റെക്കോർഡുകളൊക്കെ നോക്കിക്കൊണ്ട് ക്ലാസിഫൈ ചെയ്യും ആ കസ്റ്റമർ എലിജിബിൾ ആണോ, ലോണിന് എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അതിനെന്താണ് ആ എക്സാമ്പിൾസൊക്കെ നോക്കിയിട്ടാണ് തീരുമാനം എടുക്കുന്നത്.